ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ, ഒരു ഡിയോഡ്രൻ്റ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഒരു ഡിയോഡ്രൻ്റ് നമുക്ക് എപ്പോഴും വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളവർ ഒരുപാട് കാണുമല്ലോ. ആരുമില്ല വിയർപ്പിൻ്റെ സ്മെല്ലൊന്നും അധികം ഇല്ലാത്തത്, അധികം ഉഷ്ണിക്കാത്തത് ആയിട്ടുള്ള ആരുമില്ല. അപ്പം നമുക്കറിയാം. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഹോം മെയ്ഡായിട്ട് നാച്ചുറലായിട്ട് നമുക്കൊരു ഡിയോഡ്രൻ്റ് ഉണ്ടാക്കാം. ഇത് ഡിയോഡ്രൻ്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക പേസ്റ്റ് രൂപത്തിലായിരിക്കും. നമുക്കിങ്ങനെ എടുത്ത് നമ്മുടെ കയ്യിലെടുത്ത് നമുക്കിങ്ങനെ ആക്സിലിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്വെറ്റിങ്ങിനെ കൺട്രോൾ ചെയ്ത് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ഒരു ഹോം മെയ്ഡ് നാച്ചുറലായിട്ടുള്ളൊരു ഒരു ഡിയോഡ്രൻ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിലെ നമ്പറിൽ. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാനത് പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. സോ എനിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് എഫക്റ്റീവാണ്. ഒരുപാട് സ്വെറ്റ് കൺട്രോൾ ചെയ്യും നമ്മളെ. അപ്പം ഷിയ ബട്ടറും കൊക്കോ ബട്ടറും മാംഗോ ബട്ടറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. നമുക്ക് വേറെ ഒരു സ്കിൻ ഇറിറ്റേഷൻസോ ഒന്നും, കാരണം ഇതിൽ സോഡ നമ്മുടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നതേ ഇല്ല. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പം അത് ചിലർക്ക് സെൻസിറ്റീവ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ചിലർക്കത് സ്കിൻ റെഡ്നെസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിലെ നമ്പറിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും. അപ്പോൾ അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു ബീക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഹാൻഡ് ക്ലീൻ ആയിരിക്കണം. അതുപോലെ നമുക്ക് ആദ്യം ഞാൻ ഈ ഒരു ബേക്കറിലോട്ട് ഇടുന്നത് മാംഗോ ബട്ടറാണ്. കണ്ടോ, 2 ടേബിൾ സ്പൂണാണ് ഞാൻ മാംഗോ ബട്ടർ ഇടുന്നത്. ടേബിൾ സ്പൂണേ. അപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ മാംഗോ ബട്ടർ ഇടാം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ ഷിയ ബട്ടർ. അപ്പം നമ്മളിതിനകത്ത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണ് മാംഗോ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഷിയ ബട്ടറുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബീക്കറിനകത്ത് ഇടുന്നുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് മെൽട്ടൊക്കെ ചെയ്യാനുള്ളതാണേ. അപ്പം ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഇത് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മെൽറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മെൽറ്റഡും യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂണ് നമ്മൾ കോക്കനട്ട് ഓയിലും കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബീ വാക്സ് ആണ്. അതും നമുക്ക് 2 ടേബിൾ സ്പൂൺ ബീ വാക്സ്. നിങ്ങൾക്കതിൻ്റെ പെറ്റൽസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വാക്സ് അൺറിഫൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനത് ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ബീസ് വാക്സ് എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ മെഴുക്, തേനീച്ച മെഴുക്. ഇതാണ് ഇതിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് പെരട്ടുമ്പോൾ നമ്മുടെ ആക്സിലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു എമൽസിഫയർ പോലെ തിക്കനിങ് ആയിട്ടുള്ള സാധനം, ഒരു ഏജൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അൺറിഫൈൻഡ് ആണ്. എല്ലാം അതിൻ്റെതായ എല്ലാം അൺറിഫൈൻഡ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും അങ്ങനെ തന്നെ നിൽക്കാനായിട്ടാണ് നമ്മൾ അൺറിഫൈൻഡ് തന്നെ എല്ലാം ഉപയോഗിക്കുന്നത്. റിഫൈൻഡ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ വേണ്ട സത്തും കാര്യങ്ങളെല്ലാം പോയിട്ട് റിഫൈൻഡ് ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് വേണ്ടാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാം നല്ലത് തന്നെ സ്കിന്നിൽ വേണമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ അൺറിഫൈൻഡ് ആയിട്ട് എല്ലാം വേണ്ടി. അപ്പോൾ നിങ്ങളും വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ചിട്ടു. അപ്പോൾ ഇനി നമുക്കിതിനെ ഡബിൾ ബോയിലിലോട്ട് പോവാം. അപ്പം വെള്ളം ഏകദേശം ചൂടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചേക്കുവാണ്. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ബീസ് വാക്സ് മെൽറ്റ് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇത് മെൽറ്റായതിന് ശേഷം നമുക്കിനി 2 പ്രോസസ്സും കൂടി ഉണ്ട്. അതുകൊണ്ട് അത് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിനെ pour ചെയ്ത് വെച്ചാൽ മതി. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നാൽ അത് സെറ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് പിന്നെ അതൊരു പേസ്റ്റ് രൂപത്തിലോ ക്രീമിൻ്റെ രൂപത്തിലൊക്കെ നമുക്കതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് അബ്സോർബ് ആയി പോവുകയും ചെയ്യും. നമുക്ക് സ്കിന്നിനൊട്ടും സ്മെല്ലും ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓരോ കോസ്മെറ്റിക്സിനൊക്കെ ആ ഒരു ഡിയോഡ്രൻ്റൊക്കെ നമുക്ക് അറിയില്ലല്ലോ അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് ഒക്കെ വരുന്നുണ്ട്. അത് കുറച്ചോളം എനിക്ക് അങ്ങനെയാണ് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിങ്ങും ഒക്കെ വരും, റെഡ്നെസ് വരും, പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയാണ് ഞാനിത് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് ഞാനിപ്പോൾ അത് സെയിലും കൂടെ ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് മെൽറ്റായി. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ മാറ്റാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് കോൺ സ്റ്റാർച്ച് ഇടാം. ഈ കോൺ സ്റ്റാർച്ചിന് പകരം നമുക്ക് ആരോറൂട്ട് പൗഡർ കിട്ടുന്നവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പം കോൺ സ്റ്റാർച്ചാണ് ഇടുന്നത്. ഓക്കെ,
ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതിലാണ് നമ്മുടെ മിക്സിങ് നന്നായിട്ട് വേണം. ഈ മിക്സിങ്ങിലാണ് നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ റെഡിയാക്കി എടുക്കാൻ. നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നല്ലൊരു യെല്ലോ കളറിൽ വരും. അപ്പോൾ നമ്മുടെ ഡിയോഡ്രൻ്റ് കളറും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ മിക്സ്ചർ കണ്ടില്ലേ, ഒരു നല്ല യെല്ലോ കളറിൽ. ഇനി നമുക്ക് ഇത്തിരി തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ വൈറ്റമിൻ ഇ ആഡ് ചെയ്യണേ. മഴയാണ്, അതിൻ്റെയാണ് ഈ സൗണ്ട്. വൈറ്റമിൻ ഇ ഒരു 2 എണ്ണം ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നു. ടാബ്ലറ്റാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ലിക്വിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതാണെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്യാം. അപ്പോൾ 2 വൈറ്റമിൻ ഇ. മഴയുടെ സൗണ്ടാണ്. വീഡിയോ എടുത്ത് പകുതിയായപ്പോൾ മഴ ആയി. ഇനി നമുക്കിനകത്ത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ഞാൻ ഒഴിക്കുന്നത്. ചോക്ലേറ്റിൻ്റെ എസെൻഷ്യൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് നമുക്ക് ബോഡി സേഫ് ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ലിപ്പ് സേഫ് ആയിട്ടൊക്കെ ഉള്ള സാധനമില്ല, അതുപോലെ തന്നെ നമുക്ക് ബോഡി സേഫ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും. അപ്പം ഞാൻ അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. ഒരു 2-3 ഡ്രോപ്സ് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി നേരം വെക്കാൻ പറ്റില്ല, ഇത് സെറ്റാവും. ബീസ് വാക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് നമുക്കിതിനെ ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ സെറ്റിംഗ് അവർ എന്ന് പറയുന്നത് ഒരു 20 to 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ 20 മിനിറ്റ്സ് കൊണ്ട് സെറ്റായിട്ടുണ്ട്. ഞാനിതൊക്കെ സ്പൂൺ കൊണ്ട് വെച്ചതാണ് ബാക്കിയെല്ലാം. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചതാണ്. അപ്പോൾ എത്ര ബോട്ടിൽ വരുമെന്ന് അറിയാത്തതുകൊണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതെടുക്കുക. കണ്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കും നമുക്ക്. ഓക്കെ, ഇങ്ങനെ എടുത്ത് നമ്മുടെ ആക്സിലയിൽ ഇങ്ങനെ റോൾ ഓൺ ചെയ്ത് നമ്മൾ എന്തുമാത്രം ഉണ്ടോ അത്രയും ഇങ്ങനെ പുരട്ടുക. ആക്സിലയുടെ മൊത്തം പുരട്ടി കൊടുക്കും. അത്രമാത്രം ചെയ്താൽ മതി. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ വിയർപ്പിനെ അബ്സോർബ് ചെയ്യും. അപ്പം ഒരു ഡിസ്റ്റർബൻസസും നമുക്കിത് കാരണം ഉണ്ടാകത്തില്ല. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ധൈര്യമായിട്ട് നിൽക്കാം. കാരണം ഒരു ഫൗൾസ് നമ്മുടെ വിയർപ്പിൻ്റെ സ്മെല്ല് കാരണമുള്ളതൊന്നും അവർക്കുണ്ടാകത്തില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളത് വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.